ക്ഷാമങ്ങൾ
ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിവിടെ ആയിരിക്കുന്നത് ദൈവത്തെ പാടി സ്തുതിക്കാനാണ്. നമ്മളിവിടെ ആയിരിക്കുമ്പോൾ ഇപ്പം നമ്മൾ നേരത്തെ പാട്ടി കേട്ടതുപോലെ ഈ ലോകം എന്ന് പറയുന്നത് എന്തോന്നാണ്? അനിഷ്ട സംഭവങ്ങൾ നിറഞ്ഞ ലോകമാണ്. ഇന്ന് കാണുന്ന മനുഷ്യനെ നാളെ കണ്ടാൽ ഇതെല്ലാം എന്തോന്നാണ്? അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളാണ് അല്ലെ. ഉറങ്ങി കിടക്കുന്ന രാത്രി തന്നെ രാവിലെ എണീക്കുമ്പോൾ എന്തോന്നാണ്? സ്വന്തം മക്കൾ തന്നെ അപ്പനെ അമ്മയെയും കൊന്നു കിടക്കുന്നു അല്ലെ. ആരും വിശ്വസിക്കാൻ പോലും ചെയ്യുന്നതല്ല അല്ലെ. നമ്മൾ പോലും പ്രതീക്ഷിക്കുന്നതല്ല നമ്മൾ വളർത്തിയ മക്കൾ ഞങ്ങളെങ്ങനെ ചെയ്യുമെന്ന. അതുപോലെ ഇപ്പോൾ ഒന്നോന്നാണ് പല പല സംഭവങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്തെല്ലാം നമ്മൾ എന്തോന്ന് ചെയ്യണം? നമ്മളായിരിക്കുന്നവർ ഉണർന്ന് പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ ദേശം അനുഗ്രഹിക്കപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ നാളുകളിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം എന്ന് പറയുന്നത് എന്തോന്നാണ്? നമ്മള് പ്രാർത്ഥിക്കുക എന്നതാണ്. നമ്മൾ എന്തോന്നും ചെയ്യണം? നമ്മുടെ ദേശത്തിന് വേണ്ടി നമ്മൾ എരിവിൽ നിന്ന് പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥന എന്തോന്നാണ്? നമ്മളിവിടെ പ്രാർത്ഥിക്കുന്നത് നമ്മളിവിടെ ചെയ്യുന്നതെല്ലാം നമ്മൾ എന്തോന്നാണ്? ഇവിടെ ചെയ്യുന്നതിന്റെ പ്രതിഫലം നമുക്ക് എവിടെയാണുള്ളത്? സ്വർഗനാട്ടിലാണ്. അവിടത്തെ ഓർത്തുകൊണ്ട് വേണം നമ്മൾ എന്തോന്നാണ് ഇവിടത്തെ പ്രവൃത്തികൾ ചെയ്യുവാൻ. നമ്മൾ ഇവിടെ വിശ്വസ്തത ഉള്ളവരായിരുന്നാൽ മാത്രമേ ആ സ്വർഗരാജ്യം നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഇവിടെ പല രീതിയിലെ പല പ്രവൃത്തികൾ ചെയ്യും. എന്നാൽ ദൈവത്തിന് മഹത്വമുള്ള പ്രവൃത്തികൾ ചെയ്താൽ നമുക്ക് ആ നിത്യത കരസ്ഥമാക്കുവാൻ സാധിക്കും. സ്വന്തം നാട്ടിലെ പ്രിയ തീർത്തിടം സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ എന്ന് പാടുന്ന ആ ഗാനം നമുക്ക് ആലപിക്കാം. സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ
നമ്മൾ ഈ ആരാധനയുടെ മധ്യയായിരിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഈ സ്ഥലത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. അത് അനുഭവിക്കുവാൻ നമ്മൾ ഓരോരുത്തരും എന്ത് പ്രാർത്ഥനയോടെ ആയിരിക്കണം. അന്ത്യകാലത്തിൻ്റെതായ അഭിഷേകം നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കും. അന്ത്യകാലത്തിന്റെ അഭിഷേകം സർവ്വജനത്തിന്മേലും ഇറങ്ങി വന്നതുപോലെ ഒരു തീയായി, ഒരു മഴയായി, അഗ്നിനാവായി ഈ സ്ഥലത്ത് ഇറങ്ങി വരികയാണ്. നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥതയോടെ ദൈവത്തെ കൈയടിച്ച് ആരാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മേൽ ആ സാന്നിധ്യം അനുഭവിക്കുവാൻ സാധിക്കും. നിങ്ങൾ വന്നതുപോലെ ഈ സ്ഥലം വിട്ട് കടന്നു പോകുമ്പോൾ നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം നേടിക്കൊണ്ട് തന്നെ ഈ സ്ഥലം വിട്ട് നിങ്ങൾക്ക് കടന്നു പോകുവാൻ സാധിക്കും. ആ സാന്നിധ്യത്തിൽ നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ വന്നത് ദുഃഖത്തോടെ ഭാരത്തോടെ ആണെങ്കിൽ നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ സന്തോഷത്തോടെ തന്നെ നിങ്ങൾക്ക് മടങ്ങി പോകാൻ സാധിക്കും. ആ സാന്നിധ്യത്തിനായി വാഞ്ചിച്ചുകൊണ്ട് ഓരോരുത്തർക്കും തങ്ങളുടെ കാര്യങ്ങളെ അഴിച്ചുകൊണ്ട് ദൈവത്തെ പാടി വീണ്ടും മഹത്വപ്പെടുത്താം.
എല്ലാവർക്കും ദൈവത്തിന്റെ കൃപാകടാക്കാം പകരുവാണ് സ്വർഗത്തിലെ ദൈവം താണിറങ്ങി ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെ ചെയ്തു കൊടുക്കുന്ന ഈ ദേശം പ്രിയപ്പെടുവാണ് അനുഗ്രഹപ്പെടുന്ന ആശ്വാസനം യുവാസിന്റെ കുടുംബത്തിന്റെ ആശ്വാസം അവർക്ക് ദൈവം കൊടുത്ത ദർശനങ്ങൾക്ക് കാണുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഞാൻ ഒരു കൂടിയറിവ് നൽകിയ ദൈവത്തിന് എല്ലാ മഹത്വം അറിയിപ്പിക്കുന്ന അനേകം ദേശങ്ങളിൽ ലഭിക്കാത്ത ദേശങ്ങളിൽ എത്രത്തോളം പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടാണ് അവിശ്വത്യം ദൈവം കൃപയാ നിർത്തിയ സ്തോത്രം എല്ലാ മഹത്വം ഒരു എത്ര കൂടിയൊരുക്കാൻ ദൈവം ഒരു അവസരം ലഭിക്കുമല്ലോ അതേപോലെ സ്തോത്രം കൊടുക്കുകയും എല്ലാവരെയും ബലപ്പെടുത്തി കൃപയാ സ്തോത്രം ചെയ്യുന്ന അതേ സ്വർഗത്തിന് മഹിമുള്ള ഒരു ആരാധന സൂക്ഷം അതിൻ്റെ സൂക്ഷം ദൈവകൃപയാ നടത്തുന്ന എല്ലാ കൃപയ്ക്കാണ് നമുക്ക് ദൈവത്തിന് സ്തോത്രം സ്വർഗത്തിന് ദൈവം ചന്ത ഉചിതമായി ചെയ്തെടുക്കുന്ന എല്ലാ കൃപകൾക്കായ സ്തോത്രം നല്ല കാലാവസ്ഥ നൽകി ദൈവം അനുഗ്രഹിച്ച എല്ലാ കൃപയ്ക്കായ സ്തോത്രം സെറ്റം വെളിച്ചമെല്ലാം ദൈവം നിയന്ത്രിച്ച് അനുഗ്രഹിക്കുന്ന കൃപയ്ക്കാണ് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാം എല്ലാവരും അതികൃപയായ സ്തോത്രം ഒരു ഭാഗമെന്ന് വഹിക്കുന്ന ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുന്ന കൃപയാണ് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം എല്ലാ മഹത്വം നമുക്ക് ദൈവത്തിന് അവർക്ക് സ്തോത്രം സകല ചന്തുവിന്റെ കർത്താവ് ചെയ്യുന്നിടത്ത് ദൈവത്തിന് വലിയൊരു പ്രവൃത്തി ദർശനങ്ങൾ വെളിപ്പാടുകൾ എല്ലാം സ്വർഗം നൽകുന്ന കൃപയായി സ്തോത്രം ചെയ്യുന്ന സ്വർഗം ഞങ്ങൾക്കായി തുറന്ന് അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീര്യ പ്രവൃത്തിയുടെ കർത്താവിന്റെ നാമത്തിൽ നടക്കുന്ന എല്ലാ കൃപകൾക്കാണ് നമുക്ക് ദൈവത്തിന്റെ സ്തോത്രം ചെയ്യാം അളവുടാത്ത കൃപ ഒന്ന് 2-3 പേര് എന്റെ നാമത്തിൽ കൂടി വരും നടുവിൽ അങ്ങ് കടന്നു വരാമെന്ന് വാഴ്ചക്കം നൽകില്ല കാരണം കൂടി വരാതെ തന്നോളം നടത്തിക്കൊണ്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്ന ദേശങ്ങളിലായി തീരെ സ്വർഗം ഇടിയാക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു സദാകാലം ദൈവത്തിന്റെ ആത്മാ കൂടെ ഇരുന്ന അങ്ങനെ പ്രവൃത്തി ചെയ്ത് എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മറ്റു പ്രിയപ്പെട്ട എല്ലാവർക്കും ഞങ്ങളുടെ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്ന ദൈവത്തിന്റെ മഹത്വം എല്ലാവർക്കും വെളിപ്പെടുന്ന കർത്താവ് സ്തോത്രം ചെയ്യുന്ന കർത്താവ് അങ്ങ് പഠിപ്പിച്ച പ്രാർത്ഥനയിലൂടെ സ്വർഗം തുറക്കുന്ന അല്ലെ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുമെന്നൊക്കെ തിരുവചന പഠിപ്പിക്കുന്നത് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വിശ്വസിച്ച് ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് തിരുവചന സത്യങ്ങൾ പഠിപ്പിക്കുന്ന കർത്താവ് സ്തോത്രം ഞങ്ങളുടെ വിശ്വാസം ഒരുപടി കൂടെ വളരുന്ന സ്വർഗം ഇടയാക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് മേൽക്കുമേൽ വലം പ്രാപിച്ച് ക്രമവാദിച്ച് അഭിഷേകം പ്രാപിച്ച് ദർശനമുള്ള അഭിഷേകമുള്ള ഒരു മക്കളായി മാറ്റി എല്ലാവരെയും ഒന്നുപോലെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ വെളിപ്പെടുന്ന കൃപയാൽ ഞങ്ങൾ ദൈവത്തിന്റെ സ്തോത്രം ഈ ദേശം വിടിവിക്കപ്പെടുന്ന കേട്ടാൽ ശാപത്തിൽ കിടക്കുന്ന ബുദ്ധിമുട്ടുകളും തെറ്റുകളുണ്ട് അവിടെ എല്ലാം വിടിവിക്കാം ദൈവഭാഗത്ത് കടന്നു വരാൻ കഴിയാതെ വണ്ണം ആരപ്പെടുന്ന ഒക്കെ ഉണ്ട് അവിടേക്ക് ദൈവത്തിന്റെ പ്രവൃത്തി അറിഞ്ഞവർ അറിയാത്തവരെ പോലും നടക്കുന്ന അനുഭവങ്ങളുണ്ട് കർത്താവ് ഒരു കൂട്ടായ്മ നടന്നിട്ട് കടന്നു വന്ന് സഹായിക്കാൻ പോലും കഴിയാതെ അതുപോലെ എല്ലാവരിക്കുന്ന മക്കളുണ്ട് എല്ലാവരും ദൈവം എല്ലാവർക്കും ഒന്നുപോലെ അനുഗ്രഹമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ അങ്ങ് ഭാവികളെ തേടി വന്ന ദൈവമെന്ന് ദൈവത്തിനും പഠിച്ച കർത്താവ് പാവത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യം അദ്ദേഹം പഠിച്ചെടുക്കുവാനും ദൈവത്തോട് അടുക്കുവാനും സ്വർഗം ഇടിയാക്കണമെന്ന് എല്ലാവർക്കും ആരാധന താല്പര്യം ദൈവം കൊടുക്കണമെന്ന് പ്രാർത്ഥന അടുത്തിരിക്കുമ്പോൾ വിളിച്ചപേക്ഷിക്കാൻ തിരുവചനം പഠിപ്പിക്കുന്നവൻ ആർത്തി ഉള്ളവന് തൃപ്തി വരുത്തുന്നുണ്ട് തിരുവചനം പഠിപ്പിക്കുന്ന ആരാധനയ്ക്കുള്ള ആർത്തി എല്ലാവർക്കും ദൈവം കൊടുക്കണം ഒരാഴ്ച ഇവിടെ സൃഷ്ടിച്ച് ഈ ലോകത്ത് നിങ്ങളാക്കി വെച്ചിരിക്കാം അങ്ങ് ആരാധിക്കാനും കൂടെ ദൈവം എല്ലാവർക്കും അറിവ് ഞാനുമല്ല ദൈവം പാർന്നു കൊടുക്കുക വചനത്തിന്റെ ശക്തി ദേശത്ത് വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് വചനമാകുന്ന വിത്തുകളിലൂടെ വിതറുമ്പോ ഫലപുട്ടിയുള്ളതായി തീരുവ 30-60-100 പേര് ഫലമുള്ള വിത്തുകളായി ദൈവം മാറ്റി അനേക ദൈവരാജ്യത്തിന് അവകാശികളായി തീരാ സ്വർഗം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥന ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടാം കൃപ ധാരാളമായി പകർ സ്വർഗം തന്നിറങ്ങാം അല്ല ചന്ത ഉദാഹരണം ചെയ്തെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ആഗ്രഹിക്കുന്ന ഉള്ളങ്ങൾ എല്ലാവരും ദൈവം കൂട്ടിച്ചേർക്കണം യാത്രയിലായിരിക്കുന്നവരുണ്ട് രാഷ്ട്രങ്ങളിൽ എത്തിച്ചേരും ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ വലിയ കൃപത്തെ വെളിപ്പെടുക സ്വർഗം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഇവിടെ കൂടിയിരിക്കും സ്വർഗം താണുന്നു തിരുവനന്തപുരം മഹത്വം അങ്ങെടുക്കും യേശുനാമത്തിൽ തന്നെ ആമേൻ 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 തുടർന്ന് ഉദയത്തിന്റെ പ്രാർത്ഥനയായിരിക്കും ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മെ തന്നെ ഹല്ലേലൂയ വചനം പറയുന്ന മടുപ്പ് കൂടാതെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് ഹല്ലേലൂയ ആ യാചിപ്പൻ ലഭിക്കുക അന്വേഷിപ്പൻ കണ്ടെത്തുമെന്ന് വചനം പഠിപ്പിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ തുടർന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രാർത്ഥനയായിരിക്കാം ഹല്ലേലൂയ ഇന്നത്തെ ഈ മീറ്റിംഗിന് അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഹല്ലേലൂയ ഗീത പാപ്പച്ചൻ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് എല്ലാവർക്കും വളരെ പ്രാർത്ഥനയായിരിക്കാം ഹല്ലേലൂയ ഹല്ലേലൂയ സ്വർഗം തുറക്കുന്ന താക്കോൽ അത്രേ പ്രാർത്ഥന ഹല്ലേലൂയ ആയതുകൊണ്ട് ആരൊക്കെ പ്രാർത്ഥിക്കുന്നുവോ ഇന്ന് അവരുടെ ജീവിതത്തിലേക്ക് ദൈവം വലിയതൊന്ന് ചെയ്യാൻ പോവുകയാണ് ഹല്ലേലൂയ ഇന്ന് പരിപൂർണമായിട്ട് ദൈവം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഹല്ലേലൂയ സ്തോത്രം 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 നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഹല്ലേലൂയ
ഹല്ലേലൂയ. സ്തുതികളിൽ അധിവസിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, നന്ദിയോടെ സ്തോത്രം. ഇങ്ങനെ ഒരു കൺവെൻഷൻ മീറ്റിംഗ് കർത്താവേ, ഹല്ലേലൂയ, ഭവനത്തിൽ സംഘടനത്തിലപ്പാ ദൈവം ഒരുക്കിയ കൃപകൾക്കായി സ്തോത്രം. പുന്നമേ, അങ്ങ് കണ്ട കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, സ്വർഗം ഇറങ്ങി വരുന്ന ആരാധനകളാക്കി മാറ്റുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ. അപ്പാ ദൈവകൃപ വ്യാപരിക്കണമേ. അപ്പാ വന്നിരിക്കുന്ന ജനത്തിന്റെ മേൽ അങ്ങയുടെ കൃപ വ്യാപരിക്കട്ടെ. കുടുംബങ്ങളുടെ മേൽ അങ്ങയുടെ കൃപ വ്യാപരിക്കട്ടെ. ഞങ്ങൾ നിൽക്കുന്നത് തന്നെ അങ്ങയുടെ കൃപയാണ്. അപ്പാ അങ്ങയുടെ ശക്തിയാണ്, അങ്ങയുടെ ബലമാണ്. അങ്ങ് നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾ ഒന്നുമല്ല കർത്താവേ. അങ്ങയുടെ കൃപയില്ലാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലപ്പാ. ഇന്ന് രാത്രി നിന്റെ മക്കളുടെ മേൽ ആ കൃപ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ തീ കത്തണമേ നാഥാ. ബലഹീന മഹാലലുയ, ബലമഹാലലുയ. അപ്പാ ഹാലലുയ, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ കർത്താവ് ഹാലലുയ പോഷകമായത് തിരഞ്ഞെടുത്ത നല്ല ദൈവം ഹാലലുയ. ഇന്ന് രാത്രി ഹാലലുയ ബലമായതിന്റെ ഹാലലുയ അപ്പാ കർത്താവ് ലജ്ജിപ്പിപ്പാൻ ബലഹീനമായത് തിരഞ്ഞെടുത്ത എന്റെ ദൈവം ഇന്ന് രാത്രി ഹല സാധുക്കളായ ഞങ്ങളെ ഈ ഹാലലുയ കോളിനുള്ളിലേക്ക് കൊണ്ടുവന്നത് അവിടുത്തെ കൃപയാണല്ലോ അപ്പാ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ തീ കത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവ വചനത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നപ്പ, വചന ശുശ്രൂഷിക്കുന്ന കർത്താവെ, പ്രിയപ്പെട്ട ഹാല്യത മകൾക്കായി പ്രാർത്ഥിക്കുന്നപ്പ, ബലപ്പെടുത്തണമേ. ആരാധന കർത്താവെ, ഈ ഹാലലുയ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ അപ്പാ. അങ്ങ് ഇടപെടണമേ. വചനം കേൾക്കുമ്പോൾ തന്നെ ഈ മക്കൾക്കെല്ലാം വിടുതലായി മാറട്ടെ പച്ച. ഹാലലുയ അപ്പാ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവെ. മാനസാന്തരമില്ലാത്തവർ മാനസാന്തരം അനുഭവിക്കട്ടപ്പാ. ഹാലലുയ സ്നാനത്തിന് വേണ്ടി ഒരുങ്ങുന്നവർ സ്നാനം ഹാലലുയ ഈ ദിവസങ്ങളിൽ സ്വീകരിപ്പാൻ വചന മുഖാന്തരം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. സാധാന്യമായ സകല പോരുകളും അഴിയുന്ന ആരാധനയായി മാറട്ടപ്പാ. സകല പ്രതികൂലങ്ങളും മാറട്ടെ കർത്താവെ. ഹാലലുയ ആരാധനയ്ക്ക് വിരോധമായി പോരാടുന്ന അന്ധകാര വ്യാപാര ശക്തികൾ അഴിഞ്ഞു മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവ് ഒരു ഉണർവിന് വേണ്ടി പ്രവർത്തിപ്പാൻ ഈ നിന്റെ മക്കളെ എല്ലാ ദൈവം കണ്ടിരിക്കാൻ സ്തോത്രപ്പ. ഒരു ഹല്ലേലൂയ അവരുടെ സജീവത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ മേലും ആ ഹല്ലേലൂയ പ്രത്യേകമായ ഒരു ഫേവർ ആപ്പ കൃപ വ്യാപരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. വായികളെ തുറന്ന് കർത്താവേ, ഹൃദയങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഓരോ മക്കളെ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ഓ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതിനായി സ്തോത്ര. അങ്ങയുടെ ശബ്ദം കേൾപ്പിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നപ്പ. ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഭവനത്തിൽ വിടുതൽ നടക്കട്ടെ. തലമുറകളുടെ മേൽ വിടുതൽ നടക്കട്ടെ കർത്താവേ. ഞങ്ങൾ പ്രാർത്ഥിച്ച വലിയ ആണ്ടുകൾക്ക് മുമ്പേ പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേല് ഒരു മറുപടി സ്വർഗം ഇറങ്ങി വിടുന്നത് കൃപയ്ക്കായി സ്തോത്ര അപ്പച്ച. കർത്താവേ ഹല്ലേലൂയ ഞങ്ങൾ മറന്നുപോയ പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടപ്പച്ച. അതിന്റെ മേല് ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്ര അപ്പച്ച. ഒരു കോയിത്തുണ്ടെന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവേ. ഹല്ലേലൂയ വിദഗ്ധത്തിന് പകരമായി ഓ ഒരു കൊയ്ത്ത് വരുവാനുണ്ടല്ലോ കർത്താവേ. ആ കൈത്തിന് വേണ്ടി ഓരോ മക്കളെ ദൈവം തിരഞ്ഞെടുത്ത് വെച്ചതിനായി സ്തോത്ര. ഇതിന്റെ ഹല്ലേലൂയ ഓരോ ഭാഗങ്ങൾ വഹിക്കുന്ന ടീമിനായി പ്രാർത്ഥിക്കുന്നപ്പ. പ്രിയപ്പെട്ട മക്കളെ ഗാനം ശുശ്രൂഷിപ്പാൻ ദൈവം ബലപ്പെടുത്തിയതിനായി സ്തോത്രപ്പ. ഇനി അനേക ഇടങ്ങളിൽ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ ഈ പ്രിയപ്പെട്ട മക്കളെ അവിടെ നിന്ന് ഒരുക്കുമാറാകണം. ഇതിൽ പരമായി ആനന്ദം ഞങ്ങൾക്ക് വേറൊന്നുമില്ല കർത്താവേ. ഇനിയും ഹാലേലുയ പലയിടത്ത് പല സ്റ്റേജുകളില് ഓ ഹാലേലുയ പച്ച ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രപ്പ. ഇത് പോരാപ്പ പല വാതിലുകൾ തുറന്നു വരട്ടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി. ഹാലേലുയ വാതിലുകൾ തുറന്നു വരുന്ന കൃപയ്ക്കായി സ്തോത്ര. ശുശ്രൂഷയുടെ വാതിൽ അടയപ്പെട്ടതല്ലപ്പ, തുറന്നുകൊണ്ടേ ഇരിക്കുമെന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവേ. ഓ ദൈവ പരിശുദ്ധമായതിനായി ചിലരെ നിയോഗിച്ച് വെച്ചിരിക്കുന്നതിനായി സ്തോത്രപ്പച്ച. സുവിശേഷത്തിന്റെ വാതില് വിശാലമാകട്ടെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈ ദിവസങ്ങളിൽ കർത്താവേ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ചില വഴികളെ തുറക്കാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രപ്പ. സാമ്പത്തികമായി ഹല്ലേലൂയ ജനിക്കുന്ന വിഷയങ്ങളുണ്ട്. ഞങ്ങൾക്ക് കർത്താവിന്റെ വേല ചെയ്യണമെങ്കിൽ അപ്പ സാമ്പത്തികം ആവശ്യമുണ്ടപ്പച്ച. കർത്താവെ അതെല്ലാം ഞങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന കൃപയ്ക്കായി സ്തോത്രപ്പച്ച. കർത്താവ് അയക്കുന്നിടത്തെല്ലാം പോയി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ മക്കളെ അവിടെ നിന്ന് ഒരുക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇന്ന് രാത്രിയിൽ അവിടുത്തെ കൃപ വ്യാപരിക്കണമേ അപ്പ. രോഗാവസ്ഥയിൽ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ അപ്പ അവിടുന്ന് സൗഖ്യമാക്കി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവേ ഹല്ലേലൂയ അപ്പച്ച. സാമ്പത്തിക ക്ലേശങ്ങൾ ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവരുണ്ട്. നിന്റെ മക്കൾക്ക് വേണ്ടി ദൈവം വഴി തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. അവിടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ മാറ്റി ദൈവ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പൈശാചിക മേഖലകളിൽ ആരെങ്കിലും കർത്താവേ ആയിപ്പോയെങ്കിൽ അവർക്ക് പുറത്തു വരുവാൻ കഴിയാതെ ആരെങ്കിലും എത്തിക്കപ്പെട്ട അനുഭവങ്ങളില് ഓ മദ്യപാന ശക്തികളിലായാലും ഏത് കർത്താവെ ദുർവ്യാപാരത്തായാലും കർത്താവെ കുടുംബങ്ങളിൽ സ്വസ്ഥതയില്ലാതെ ദുഷ്ടനുപറ്റ ആധിപത്യം വഹിച്ചിരിക്കുന്ന കുടുംബങ്ങളുടെ മേലെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന കൃപയ്ക്കായി സ്തോത്രപ്പ. ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളില് വലിയ ദൈവപ്രവൃത്തികൾ കാണുവാൻ പരിശുദ്ധാത്മാവോട് സഹായിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു.
സ്തുതിക്കുന്ന കർത്താവേ. വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. ക്രൂശിന്റെ വചനം കർത്താവേ, അല്ല നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാണെന്ന് ഞങ്ങൾ അറിയുന്നപ്പ. അത് ശക്തിയായി വ്യാപരിക്കട്ടെ, അത് ജീവനായി വ്യാപരിക്കട്ടെ, അത് വിടുതലായി വ്യാപരിക്കട്ടെ കർത്താവേ. വചനം കർത്താവെ പ്രസ്താവിക്കുമ്പോൾ തന്നെ അതിൽ കൂടെ കർത്താവ് വലിയ അത്ഭുതങ്ങൾ നടക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞാനല്ലാതെ വേറൊരു ദൈവമില്ല, എന്നെ പോലെ വേറൊരു ദൈവമില്ല. ഞാനാകുന്നവൻ ഞാനാകുന്നു നന്ദി ചെയ്ത കർത്താവേ. ഇന്ന് രാത്രി അങ്ങ് ഇറങ്ങി വന്നതിനായി സ്തോത്ര. ഈ ഹോളിനുള്ളില് കർത്താവ് ഇറങ്ങി വന്നതിനായി സ്തോത്രപ്പ. കർത്താവ് ഇറങ്ങി വന്നതിനായി സ്തോത്രം കർത്താവേ. അങ്ങ് ഇറങ്ങി വരുന്ന കൃപയ്ക്കായി സ്തോത്രപ്പച്ച. 2-3 പേരുടെ നാമത്തില്, യേശുവിന്റെ നാമത്തിലപ്പ ആയിരിക്കുന്നിടത്ത് ഞാൻ വരാമെന്ന് പറഞ്ഞ കർത്താവ് വാഗ്ദത്തം ചെയ്തതുപോലെ ഇന്ന് രാത്രി ഞങ്ങളുടെ മധ്യ ഉള്ളതിനായിട്ട് നന്ദി പറയുന്ന കർത്താവേ. അങ്ങ് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഓർമ്മ വായിക്കുന്ന മകനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ്. പ്രിയപ്പെട്ട അഭിഷിക്തന്മാരെ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ്. കുടുംബങ്ങളെ തരുന്നു, എല്ലാ മക്കളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. കുഞ്ഞു മക്കളെ തരുന്ന കർത്താവേ. സഹോദരിമാരെ സഹോദരന്മാരെ ഞങ്ങളുടെ തലമുറകളെ യുവ തലമുറകളെ എല്ലാം ദൈവം ഈ ദിവസങ്ങളിൽ രക്ഷിച്ചെടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങയ്ക്ക് വേണ്ടി നിൽപ്പാൻ ചിലരെ കൂടെ അങ്ങയ്ക്ക് വേണം ഒപ്പച്ച. അങ്ങയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവ് ചിലരെ നോക്കി ഹല്ലേലൂയ പദ്ധതി ആയിരിക്കുമ്പോൾ അവർ കർത്താവേ ഹല്ലേലൂയപ്പ എഴുന്നേറ്റ് പ്രകാശിക്കാം. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു എന്ന് ദൈവവചനങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ ഈ അന്ത്യകാലയളവിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു കൂട്ടം ദൈവമക്കളെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നിയോഗത്തോടെ അങ്ങേ ഹല്ലേലൂയപ്പ പണിതിരിക്കുക കൃപയ്ക്കായി സ്തോത്രപ്പ. ഞങ്ങൾ അല്പസമയം കൂടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നു. അങ്ങ് ഞങ്ങളോട് ഇടപെടണം, അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമപ്പ. കർത്താവിന്റെ നാമപ്പെടുവാൻ സഹായിക്കണം. എല്ലാ മാനവ മഹത്വവും പുരുഷയും എല്ലാവരുടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. പ്രാർത്ഥനയുടെ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. തുടർന്ന് ഗാനം നമുക്ക് പാടി ദൈവത്തെ മാത്രപ്പെടുത്താം. പ്രൈസ് ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേർ സന്തോഷത്തോടെ ആയിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ദേശത്തിന്റെ ഒരു വിടുതലിന് വേണ്ടി ദൈവമക്കൾ വെച്ച ഒരു മീറ്റിംഗ് ആണ് ഇന്നത്തെ. ഹല്ലേലൂയ. ദൈവപ്രവൃത്തി കർത്താവ് ചെയ്യും. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ ഹല്ലേലൂയ. എത്രയും പേര് ഇതിന്റെ അകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. അസാധാരണമായ ഒരു മഹത്വത്തിന്റെ വർഷമാണ് 2025. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന ആ ദൈവ പദ്ധതിയിലേക്ക് നാം പ്രവേശിക്കണം. അതിനുവേണ്ടി ഒരുക്കത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ദേശത്തും കർത്താവ് നിയമിച്ച് വച്ചിരിക്കുന്ന ചില മീറ്റിങ്ങുകളായി ഈ നാളുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് ഒരു ഗാനം കർത്താവിനെ പാടി സ്തുതിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ ആരാധിക്കാനുള്ള സമയമാണ്. ഇത്രയും നാൾ നമ്മെ വഴി നടത്തിയ പൊന്നു പിതാവിന്റെ മുമ്പിൽ ഹല്ലേലൂയ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ച് കർത്താവെ ഇത്രയും ഞങ്ങൾ നടത്തിയതിന് നന്ദി എന്ന് പറയാവോ? നന്ദി എന്ന് പറയാവോ? ഹല്ലേലൂയ. നന്ദി യേശുവേ. ഹല്ലേലൂയ. നന്ദി കർത്താവേ. എന്റെ ജീവിതത്തിൽ അങ്ങ് ഒരുക്കിയ ഓരോ നന്മകൾക്കായി നന്ദി പറയുന്നപ്പാ. ഞാൻ വീണു പോകേണ്ടിയിരുന്ന സ്ഥാനങ്ങളിൽ ശത്രു എന്റെ പ്രാണനെ പിടിക്കാൻ വേണ്ടി എന്റെ പുറകെ വന്നപ്പോൾ സ്വർഗമേ എന്നെ വിട്ടുകൊടുക്കാത്തതിന് നന്ദി പറയാമോ? ഓ നന്ദി അർപ്പണമായി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ ഒരു യാഗം പുറത്തു വരട്ടെ. ഈ കേൾക്കുന്ന ശബ്ദത്തിൽ നിന്ന് പുറത്തു വരുന്ന ആഹ്വാനമല്ല, നിന്റെ അഗ്രത്തും കർത്താവിനെ സ്തുതിച്ചാട്ടെ. നമ്മുടെ കുടുംബത്തിൽ ഒന്നിനെ പോലെ
Oh, thank you, Holy Spirit. Thank you, Holy Spirit. Hallelujah. കരങ്ങൾ ഉയർത്തും. അങ്ങേ പോലെ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങേയല്ലാതെ വേറെ ഇല്ലെന്നാശ്രയം. അങ്ങേ മാത്രം ചാരുന്നൻ പ്രാണപ്രിയനേ, അങ്ങ് മാത്രമാണെന്നു എന്റെ സർവസ്വം. അങ്ങേ പോലെ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങേയല്ലാതെ വേറെ ഇല്ലെന്നാശ്രയം. അങ്ങേ മാത്രം ചാരുന്നൻ പ്രാണപ്രിയനേ, അങ്ങ് മാത്രമാണെന്നും എന്റെ സർവസ്വം. ആരാധന അങ്ങേയ്ക്ക് ആരാധന, യേശുവേ അങ്ങേയ്ക്ക് ആരാധന. ആരാധന അങ്ങേയ്ക്ക് ആരാധന, യേശുവേ അങ്ങേയ്ക്ക് ആരാധന. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകണമേ. നിന്റെ ഹിതം പോലെ എന്നെ നടത്തണമേ. ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ആരാധന അങ്ങേയ്ക്ക് ആരാധന, യേശുവേ അങ്ങേയ്ക്ക് ആരാധന. ആരാധന അങ്ങേയ്ക്ക് ആരാധന, യേശുവേ അങ്ങേയ്ക്ക് ആരാധന. നിൻ വഴികളിൽ ഞാൻ നടക്കുവാനായി വഴികാട്ടിയായി എന്നെ നയിക്കണമേ. വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറയിൽ നിർത്തിയിടണമേ. നിൻ വഴികളിൽ ഞാൻ നടക്കുവാനായി വഴികാട്ടിയായി എന്നെ നയിക്കണമേ. വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറയിൽ നിർത്തിയിടണമേ. ആരാധന അങ്ങേയ്ക്ക് ആരാധന, യേശുവേ അങ്ങേയ്ക്ക് ആരാധന. Yes. ആരാധന അങ്ങേയ്ക്ക് ആരാധന, യേശുവേ അങ്ങേയ്ക്ക് ആരാധന. നമ്മുടെ ജീവിതമാണ് ആരാധന. ഹല്ലേലൂയ. നമ്മുടെ ജീവിതമാണ് ആരാധന. എന്റെ ജീവിതമാണ് ആരാധന എന്ന് പറയുന്നവർക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ല. നിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിലുള്ള വ്യസനങ്ങൾ, വേദനകൾ, മുറിവുകൾ നിന്നെ ഒരു പടി പോലും മുമ്പോട്ട് നടത്താൻ കഴിയാത്തവരുടെ പുറകോട്ട് വലിക്കുന്നുണ്ടെങ്കിൽ സഹോദര സഹോദരി, പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് കൈമാറുന്നു. ലോകത്തിന് ആർക്കും നിന്നെ വേണ്ടേലോ, സ്വർഗത്തിന് നിന്നെ വേണം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ആർക്കും നിന്നെ വേണ്ടേലോ, ഈ ലോകത്തിലെ വ്യക്തികൾ എല്ലാവരും നിനക്ക് എതിരായി തീർന്നാലും കുഞ്ഞെ, നിന്നെ വിലയ്ക്ക് വാങ്ങിയ കർത്താവിന് നിന്നെ വേണമെന്ന്
നിങ്ങൾ ഹല്ലേലൂയ ഉപേക്ഷിക്കപ്പെട്ട ജനമല്ലെന്ന് ഇതിന്റെ അകത്തിരിക്കുന്ന ഓരോരുത്തരും കർത്താവിന്റെ സെലക്ഷന്റെ അകത്തുള്ളതാ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പിതാവ് നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുന്നു രാജാവേ. ഹല്ലേലൂയ. നമ്മുടെ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായി അരിന്തൽ സിസ്റ്റർ ഫ്രണ്ടിലോട്ട് വന്നാൽ ഇപ്പോൾ പ്രാർത്ഥിക്കും. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടെ ആയിരിക്കാം. സന്ധ്യാസമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഭാഗത്തായിരിക്കാൻ വലിയവനായ ദൈവം നമ്മളോട് പ്രത്യേകമായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തുതിക്കുന്നപ്പ. യേശുവേ ഇവിടെ കയറി വന്നിരിക്കുന്ന എല്ലാ ജനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പ. യേശുവേ എല്ലാ വിശ്വാസികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ എല്ലാവരുടെയും പ്രാർത്ഥനാവശ്യമുള്ള മേലൊരു വിടുതലായിരിക്കുന്ന സൗഖ്യമായി ഇവിടെ വിട്ടു പോകുവാനും കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. യേശുവേ സ്തോത്രം കർത്താവെ. ഇനി വരുവാനുള്ള എല്ലാവരെയും എത്രയും വേഗം കൂട്ടിച്ചേർക്കുവാൻ അവിടെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. എല്ലാവരുടെയും മനസ്സിലെ ആഴങ്ങളങ്ങ് അറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. യേശുവേ ഉള്ളങ്ങളെ അറിയുന്ന കർത്താവാണല്ലോ അപ്പ. യേശുവേ എല്ലാവരുടെയും ഉള്ളങ്ങളെ ഒരുപോലെ അങ്ങ് അറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ആരെയും വെറുതായി ഇവിടെ ഇറങ്ങി പോകുവാൻ ഇടവരുത്താതെ വന്ന യേശുവേ എല്ലാവരെയും ഒരുപോലെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. സ്തോത്രം 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 കർത്താവെ സ്തുതിക്കുന്നപ്പ. യേശുവേ പുണ്യ കർത്താവെ ലീഡ് ചെയ്യുന്ന മകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പ. അവരെ കുടുംബമായി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. അനേക ദേശത്ത് പോയി സുവിശേഷം അറിയിക്കുവാനുള്ള കൃപ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. അതിന് ഈട് നിൽക്കുന്ന മകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. യേശുവേ പാസ്റ്റർ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പ. അവരുടെ കുടുംബത്തെ മകനെ മരുമകളെ മക്കൾ എല്ലാവരും അവിടുത്തെ കരങ്ങൾ തരുന്നപ്പ. എല്ലാവരും ഒരുപോലെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഒരിക്കൽ കൂടെ എല്ലാവരെയും അവിടുത്തെ തിരുക്കരങ്ങൾ തരുന്ന കർത്താവേ. ഈ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം അപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. സ്തോത്രം. പ്രാർത്ഥന കേട്ടതേ സ്തുതിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അടുത്തതായിട്ട് വേദഭാഗന വായനയ്ക്ക് വേണ്ടിയിട്ട് സിസ്റ്റർ ദിവ്യ സിസ്റ്ററിനെ മുന്നോട്ട് കടന്നു വേണ്ടി ക്ഷണിക്കുന്നു. ദിവ്യ സിസ്റ്റർ. മാത്രമുണ്ടാകട്ടെ. ഇന്നത്തെ വായനയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഗലാത്യർ ചെയ്ത ലേഖനം 1-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഗലാത്യർ 1-ാം അധ്യായം 11 മുതൽ 17 വരെ. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. യഹൂദ മതത്തിലെ എന്റെ മുൻപിലത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ച് മുടിക്കുകയും എന്റെ പാരമ്പര്യത്തെക്കുറിച്ച് അത്യന്തം എരിവേറി എന്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദ മതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോന്നു. എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരത്വങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോവുകയോ ചെയ്യാതെ നേരെ അറബിലേക്ക് പോവുകയും ദമസ്കോസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. ഈ വായിച്ച വേദഭാഗം അനുഗ്രഹിക്കുമാറായിട്ട്. അടുത്തതായിട്ട് ഒരു സാക്ഷി നമുക്ക് കേൾക്കാം. വചനം പറയുന്ന ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദിവസം മുന്നോട്ട് കടന്നു വന്ന സാക്ഷി പറയുമ്പോൾ നമ്മൾ കേട്ടുണ്ട്. അടുത്ത ദൈവത്തിന് കൊടുത്ത് അനുഗ്രഹം പ്രാപിക്കേണ്ട സമയമാണ്. കോരയുടെ പാട്ട് പാടുമ്പോൾ സ്തോത്ര വഴിപാട് സ്വീകരിക്കും.
ആയി